നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. ഈ കൂലിപ്പണിക്ക് പോകുന്നവരും ഡെയിലി 1000 ശമ്പളത്തിന് പോകുന്നവരും അവരെല്ലാം മാന്യന്മാർ. നമ്മളെ ഈ വീഡിയോ ചെയ്യുന്നവരും കണ്ടൻറ്റ് ചെയ്യുന്നവരെല്ലാം മോശക്കാർ. നാട്ടിലും വേണ്ട വീട്ടിലും വേണ്ട ഉള്ള പേരദോഷം. ഒരു ജോലിക്കും പോവില്ല, ഒരു പണിക്കും പോവില്ല, ചുമ്മാ മൊബൈലും കുത്തിപ്പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അവർക്കൊക്കെ വേറെ ജോലിക്ക് വയ്ക്കൂടെ, പണിക്ക് വയ്ക്കൂടെ, വേറെ പിന്നെ അസുഖം ഉണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടരെ. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. നമ്മളൊരു കണ്ടൻറ് ഉണ്ടാക്കി വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എല്ലാ ആൾക്കാരിലും കാണണം, വ്യൂസും കൂട്ടി ചെയ്യുന്നത് നമ്മളെല്ലാം മണ്ടന്മാരാണ്. നല്ലതാരാന്ന് അറിയാമോ? രാവിലെ എണീച്ച് ഒരു വീഡിയോയൊക്കെ വലിച്ച് പൊതിച്ചോറും കെട്ടി മൈക്രോഫോണുമായിട്ട് കൂലിപ്പണിക്ക് പോണവരാണ് മാന്യന്മാർ. ഞാൻ ഒരിക്കലും കൂലിപ്പണിക്ക് പോകുന്നവരെയോ പെയിൻറ്റിങ്ങിന് പോകുന്നവരെയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിട്ടല്ല കൂട്ടുകാരെ. എല്ലാം നല്ലവരുണ്ട് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നടന്ന സംഭവം. നിങ്ങൾ തളരരുത് കൂട്ടുകാരെ. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തി രാവിലെ എണീക്കുന്നു, ഡ്രസ്സ് ചോറൊക്കെ പാക്ക് ചെയ്ത് പോകുന്നു, ജോലിക്ക് വന്നു, രാവിലെ മുതൽ അധ്വാനിക്കുകയാണ്, വേർത്ത് ഒലിച്ച അധ്വാനിച്ച് 1000 വൈകുന്നേരം ശമ്പളം വാങ്ങിക്കുന്നു, നേരെ ബെവറേജ് പോകുന്നു, ഒരു 1/2 ലിറ്റർ എടുക്കുന്നു, ലോട്ടറി എടുക്കുന്നു, 500 രൂപ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നു. അവിടെ പാട്ട് തീർന്നു. ഇവർക്കൊക്കെ നല്ല പേര്, അധ്വാനി. രാവിലെ എണീക്കുന്നു, ശരീരം വേർത്ത് പണയം വച്ച് ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. ഇതിനർത്ഥമുണ്ടോ കൂട്ടുകാരെ? അർത്ഥമുണ്ടോ നിങ്ങൾ പറ. അതായത് നമ്മൾ ശരീരമാണെങ്കിൽ അല്ലെങ്കിൽ 9 മണി തൊട്ട് 6 മണി വരെ ഒരാളെ കീഴിൽ ജോലി ചെയ്ത് 15,000 അല്ലെങ്കിൽ 20,000 ശമ്പളം വാങ്ങിക്കുന്നവരുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കണ്ടൻറ് വീഡിയോ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അവൻ്റെ വീഡിയോ കണ്ടിട്ട് റോഡിൽ ഇറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. ഇവന്തൊക്കെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളാണ് ചുമ്മാ സംസാരിക്കുന്നത്. വേറെ ജോലിയില്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. കൂട്ടുകാരെ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതായത് പണ്ടുള്ളവരെ മെൻറ്റാലിറ്റിയാണ്. കൂലി രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, രാത്രി വരുന്നു, തിന്നു, ഉറങ്ങുന്നു, വീണ്ടും ജോലിക്ക് പോകുന്നു, 1000 രൂപ ശമ്പളം. 1000 രൂപയിൽ അവൻ എവിടെയാണ് മിച്ചം, അല്ലെങ്കിൽ എവിടെയാണ് വരുമാനം? അവന്മാർക്ക് ഒരു രൂപ കടവുമില്ല. അവരൊക്കെ മാന്യന്മാരാണ്. നമ്മൾ കണ്ടൻറ്റ് ചെയ്ത് അവർക്ക് 1000 വെച്ചിട്ട് മാസം 30,000 രൂപ. നമ്മൾ കണ്ടൻറ്റ് ചെയ്ത് മാസ വരുമാനം 50,000 1 ലക്ഷം രൂപ. അപ്പോൾ ഇതിൽ ആരാണ് വരുമാനം കൂടുതൽ വാങ്ങിക്കുന്നത്? രാവിലെ തൊട്ട് വെയിലത്ത് അധ്വാനിച്ച്, ഒരിക്കലും അധ്വാനിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ വ്യക്തികൾ ഭയങ്കര അധ്വാനികളാണ്, ആരോഗ്യമുണ്ട്, അവർ രാവിലെ പോകുന്നു, പണിക്ക് പോകുന്നു, വീട്ടിൽ ചിലവർ ഡെയിലി കാശ് കൊടുക്കും, ബാക്കിയുള്ള പൈസ അവർ 1/2 ലിറ്റർ വാങ്ങി അടിക്കുന്നു, ലോട്ടറി എടുക്കുന്നു, ഉറങ്ങുന്നു. ഇങ്ങനെയുള്ളവർക്ക് ഒരു കടമില്ല. പക്ഷേ ഇവർ ജീവിതത്തിൽ എന്ത് നേടും ഭാവിയിൽ? അല്ലെങ്കിൽ ഇവരെ കരുതൽ ഒന്നുമില്ല. ബിഗ് സീറോ. എനിക്ക് എങ്ങനെ കടമുണ്ടായി, നിങ്ങൾക്ക് എങ്ങനെ കടമുണ്ടായി? നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ബിസിനസ് ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓരോരോ ഓപ്ഷൻ നോക്കിയാണ്. അപ്പോൾ നമുക്കൊരു 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ബാധ്യത നമുക്കുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള, ഡബിളായിട്ട് തീർക്കാനുള്ള മൈൻഡും പവറും ഹെൽപ്പ് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഒരിക്കലും ഞാൻ കൂലിപ്പണിക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇവന്മാർ പേര് കേൾക്കാൻ വേണ്ടി, ഈ വ്യക്തികൾ ലോകം അറിയുമോ? ഇവരെ കാലശേഷം ഇവരാരെങ്കിലും ഓർക്കൂ? ഇല്ല. 60 ദിവസം വരെ അവർ ആരോഗ്യമുള്ളവൻ ജീവിക്കും. അവൻ പണിയില്ലെങ്കിൽ ആ 1 മാസം മിണ്ടാതെ പൂച്ചയെ പോലെ കിടക്കും. വേറെ ഒരു എഫർട്ടില്ല ലൈഫിൽ. ഡെയിലി അങ്ങ് ചിലവ് കഴിഞ്ഞ് പോവുക. പണിയില്ലെങ്കിൽ പണിയില്ല, പട്ടിണിയെങ്കിൽ പട്ടിണി. ബാക്കിയുള്ള ഒരു ചിന്തയെന്നൊരു സംഭവം ഇവരെ നിഘണ്ടുവിലില്ല. നോക്കുമ്പോൾ മാന്യം. 1 രൂപ കടവില്ല. 1 രൂപ കടമില്ലാത്തവൻ എന്തൊരു വലിയ ആളാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങളെടുത്ത് നമുക്ക് കടം വന്നു, അല്ലെങ്കിൽ എനിക്ക് കടം വന്നു, അത് വീഴാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരി, ഈ വ്യക്തികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വല്ല തെളിവുണ്ടോ? കൂട്ടുകാരെ, ഒന്നുമില്ലെങ്കിലും ഞാനതുള്ള വ്യക്തി മരിച്ചാലും ഫേസ്ബുക്കെങ്കിലും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർക്കും. ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ബർത്ത്ഡേ രാജേഷ് കുമാർ. അതിനിടയിൽ ഞാൻ മരിച്ചു എന്ന് അവരറിയാത്ത ആൾക്കാരും കമൻറ്റ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീഡിയോ എങ്കിലും ആൾക്കാർ വല്ലപ്പോഴേക്കും കാണും. ഇന്ന ഒരു വ്യക്തി ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ,
മറ്റവരങ്ങനെയാണ്, ഫോട്ടോ മാത്രം വീട്ടിൽ കാണും, ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. എന്ത് ലോകമെന്ന് അറിയാം. കൂട്ടുകാരെ, നിങ്ങൾ തളരരുത്. കുറ്റവും കുറ്റവാക്കുകളും എല്ലാം പഴയ ആൾക്കാരാണ്. ഈ കൂലിപ്പണിക്കാരൻ മക്കളെ കൂലിപ്പണിക്കാരനായിട്ട് വളരുക, ആശാരിമാരുടെ മക്കൾ ആശാരായിട്ട് വളരുക, തെങ്ങിക്കയറാനുള്ള തെങ്ങിക്കയറായിട്ട് മക്കളായിട്ട് വളരുക. അതൊക്കെ ചിന്താഗതി മാറ്റണം. നമ്മൾ മാറി ചിന്തിക്കണം, ഉയരങ്ങളിലെത്തണം. എങ്കിൽ നമ്മളെ വക്കാവണം. എല്ലാ ജോലിക്കും എൻ്റെത് മാറിയതുകൊണ്ട്. പക്ഷേ പഴയ ആൾക്കാരെ കുത്തുവാക്കുകൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ ഈ നായന്മാർക്ക് പറ്റിയ പണിയാണ്. ഞാൻ നായരെ പെൻ്റെ കൊടുക്കണം, അച്ഛൻ നായരോട് ഞാൻ നായരായി. അങ്ങനെ നമ്മളെ തളർത്താൻ നോക്കിയാണ്. തളർത്തി ചവിട്ടി പാതാളത്തി ഇടാൻ നോക്കിയാണ്. അവരെൻ്റെ വീഡിയോ കാണണ്ട, എൻ്റെ ബന്ധുക്കാരും കാണാൻ, എൻ്റെ കൂട്ടുകാരും കാണണ്ട. ആഹാ, ഇഷ്ടമുള്ളവരെ കണ്ടാൽ മതി. നമ്മൾ നിർബന്ധം പറയണം എൻ്റെ വീഡിയോ കാണണമെന്ന്. ഇവന്മാർ ഒരു ലൈക്കും ചെയ്യില്ല, ഷെയറും ചെയ്യില്ല. നമ്മളെ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ വീഡിയോ കാണും. അത് എനിക്ക് 100% എനിക്കറിയാം. കൂടുതലും എനിക്ക് കൂടുതലും കമൻറ്റ് ചെയ്യുന്നത് എന്നെ അറിയാത്ത ആൾക്കാരാണ് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ കണ്ടൻറ്റ് നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കുള്ള വിജയം 100% ഉറപ്പായിട്ടും 100% കിട്ടിയിരിക്കും. നിങ്ങളെപ്പോലെ സാധാരണ ഒരു വ്യക്തിയാണ്. എനിക്കും ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഏണിങ്സ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കും പറ്റും. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ. പഴയ ആൾക്കാരാണ്. അവരെ മനസ്സിൽ രാവിലെ എണീക്കണം, ജോലിക്ക് പോകണം, എന്നിട്ട് വരണം, പൈസ കൊടുക്കണം, കഴിക്കണം, ഉറങ്ങണം. ജീവിതത്തിൽ കുറച്ച് അർത്ഥങ്ങളുണ്ടെന്നേ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളെ രീതിയിൽ നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ, ഒരിക്കലും പാർട്ടിയിലോ ജാതിയിലോ മതത്തിലോ അതൊന്നും പിടിക്കരുത്. ആൾക്കാർക്ക് യൂസ്ഫുള്ളാവുന്ന വീഡിയോ അത് ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പലരും കൂടുതലും ഈ നെഗറ്റീവ് പറയുന്നവരാണ് ഈ ലോകത്ത് കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മളതിൽ ഡോണ്ട് വെറി, അതൊന്നും യാതൊരു പ്രശ്നമില്ലേ. നമ്മൾ നാണവും നമ്മൾ ഈ വീഡിയോ കൂടെ ആൾക്കാരെ പിടിച്ച് തിന്നൊന്നും പോകില്ല. കമൻറ്റ് ഇഷ്ടപ്പെട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം രാവിലെ തൊട്ട് 9 തൊട്ട് 6 മണിയിൽ ജോലി ചെയ്യണം, വിയർക്കണം, അധ്വാനിക്കണം. മാസം 30,000 1 ലക്ഷം വലുത് നിങ്ങൾ പറ. ഒരു ജോലിയില്ല. രാവിലെ മൊബൈലും കൊണ്ട് അങ്ങ് വീഡിയോ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. എന്തൊരു ജോലിയാണ്. ഞാനൊക്കെ ഇവരെ ചിലവില്ല കഴിയണേ, അല്ല നിങ്ങൾ അവരെ ചിലവില്ല കഴിയണേ. അല്ല, നമുക്ക് അതിൻ്റേതായ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. നാണമില്ല, മാനമില്ല. ഇതിനിടയിൽ ജാതി പദവി ഇതൊക്കെ കുത്തി തിരികെയാണ്. കൂട്ടുകാരെ, നമുക്കൊരു ആപത്ത് വരുമ്പം, നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പം നമ്മളെ കൂടെ ആരും കാണില്ല. കാണും നമ്മളെ അമ്മ എന്നൊരു വ്യക്തി മാത്രം നമ്മുടെ ജീവിതത്തിൽ കാണും. അത് എൻ്റെ അനുഭവമാണ്. ഞാനൊക്കെ ഒറ്റപ്പെട്ട സമയത്ത് ചിലവർ ഈ ഒറ്റപ്പെടലൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ജീവിച്ച് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ പെടും. എത്ര വലിയ മൈൻഡ് പവറുള്ളവനും പെടും. പക്ഷേ നമുക്ക് ദൈവം എന്നൊരു പവർ നമ്മളെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നെ താങ്ങാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല ഒരുപാട് കൂട്ടുകാരുണ്ട്. എൻ്റെ ഒരേ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. വലതേ കയ്യിൽ അമ്മയും ഇടത്തേ കയ്യിലും ആ കൂട്ടുകാരനും പിടിച്ചു. സന്തോഷം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. രണ്ടുപേരും എന്നെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അതേപോലെ നമുക്ക് പല പ്രശ്നങ്ങളും വരും. നിങ്ങൾ ആൾക്കാർ പറയണ കേട്ടോണ്ട് നിങ്ങൾ മാനസികമായിട്ട് തകരേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ മുന്നേറുക തന്നെ ചെയ്യണം. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. കടം, അസുഖം, ഇത് 70 വർഷം ഈ ഭൂമിയിലുള്ളൂ, അല്ലെങ്കിൽ 80 വർഷം. അത് രീതിയിൽ നിങ്ങൾ ജീവിച്ച് തീർക്കുക. ആത്മഹത്യ എന്നുള്ള ചിന്ത പൂർണ്ണമായിട്ടും മാറ്റുക. അതായത് ഞാൻ എല്ലാ വിഷയവും കൂടെയാണ് ഇതിൽ ബ്ലിങ്കാ പറഞ്ഞത്. ഒറ്റ വീഡിയോയിൽ, ഒറ്റ ഷോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. സംഭവം എനിക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ബ്രെയിനിൽ നിന്ന്, എൻ്റെ ഹാർട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. എല്ലാം ഭൂമി കൂടെ വരുള്ളൂ. നിങ്ങൾക്ക് കടം, പ്രശ്നങ്ങൾ എല്ലാം മാറും. ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു 6 നമ്പർ ലോട്ടറി അടിക്കും. അതൊന്നും പ്രതീക്ഷിക്കല്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഡോണ്ട് വെറി, ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. നമ്മളെ ശരീരം തന്നെ കോടിക്കണക്കിന് രൂപ ഉള്ള ഒരു ആസ്തി തന്നെയാണ്. കണ്ണുകൾ, വൃക്ക, ഹാർട്ട്, ലിവർ എല്ലാം കോടിക്കണക്കിന് രൂപ വഹിക്കുന്ന നമ്മൾ കോടീശ്വരന്മാരാണ്. നമ്മൾ രക്ഷപ്പെടുമെന്നേ. അല്ലാതെ നമ്മളെ ഈ കൊച്ചി കേരളത്തിൽ നമ്മൾ നല്ല ഇന്ത്യയിൽ തൂക്കിക്കൊല്ലാനുള്ള ഒരു ഓപ്ഷനുമില്ല. ശരി, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകണേ പോട്ടെ, തൂക്കിക്കൊല്ലുന്നില്ല. 3 നേരം നല്ല ഫുഡും സംരക്ഷണം, ജോലിയും കിട്ടും, 600 ശമ്പളം കിട്ടും. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്നേ, എല്ലാം ഭൂമി കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ മാക്സിമം
ഞാൻ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഞാൻ പറയില്ല. നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് മുന്നേറുക. എന്ത് സപ്പോർട്ടും ഞാനുണ്ടോ. താങ്ക് യു.